സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. കേരളത്തിൽ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. ഈ മാസം 30-ാം തീയതി വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് നിന്ന് ദീപക് തർമടവും, തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ പാലാഴിയും, കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനും, വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും തത്സമയം ചേരുകയാണ്. ആദ്യം ദീപക് തർമടത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ദീപക്, ഈ കോഴിക്കോടും പരിസര ജില്ലകളിലും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മലബാർ മേഖലയിൽ മഴ ശക്തിപ്പെട്ട് തന്നെ നിൽക്കുകയാണോ? SKN മലബാറിൽ കാസർഗോഡ് മുതൽ ഇങ്ങ് പാലക്കാട് വരെ മഴയുണ്ട്. ഇടതടവില്ലാതെ മഴ പെയ്യുകയാണ്. പക്ഷേ ആകെയുള്ള ഒരു ആശ്വാസം ഈ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല. കാരണം മഴയ്ക്കൊരു ബ്രേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇടവേളകൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇല്ലാത്തത്. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയ്ക്കും അതുപോലെ വയനാട് ജില്ലയ്ക്കും റെഡ് അലേർട്ട് തുടരുകയാണ്. 5 ദിവസം കൂടി അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KSEBക്ക് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഈ കാലവർഷത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 1,85,00,000 രൂപയുടെ 1.85 കോടിയുടെ നഷ്ടം കോഴിക്കോട് മാത്രം ഈ ദിവസങ്ങളിലെ മഴ കൊണ്ടുണ്ടായിരിക്കുന്നു. മറ്റൊരു കാര്യം, SKN ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം കൂടുകയാണ്. ഇതിനകം പുതുതായി 151 പേർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നു. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനം പാടില്ല. മത്സ്യബന്ധനത്തിന് ഈ ലക്ഷദ്വീപ് അതുപോലെ കർണാടക തീരത്തിലുള്ള മത്സ്യബന്ധനം പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. കാരണം കടൽ പ്രക്ഷുബ്ധമാവുന്നുണ്ട്. ഉൾക്കടലുകളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത മത്സ്യത്തൊഴിലാളികൾ പാലിക്കണം. തീരപ്രദേശത്തെ ജാഗ്രത പോലെ തന്നെ മലയോര മേഖലയിൽ അതുപോലെ ഈ മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന നിർദ്ദേശവും